അപ്പോൾ നമ്മൾ +2 ക്ലാസ് ബയോളജിയിലുള്ള ചാപ്റ്റർ 1 റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ 2 പാർട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം. അത് കാണാത്തവർ ഇതുകൂടി കാണുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇനി നമ്മൾ 3ാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിൻ്റെ അവസാനം ഓഡിയോയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ആ ഒരു പാർട്ട് കൂടി ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. നമ്മളിവിടെയാണ് നിർത്തിയത്. മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം ഫംജൈ ആൻഡ് സിമ്പിൾ പ്ലാന്റ്സ് സച്ച് ആസ് ആൽഗെ റീപ്രൊഡ്യൂസ് ത്രൂ എ സ്പെഷ്യൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഇത് നമ്മൾ നേരത്തെ ഇമേജിൽ കണ്ടതാണ്. കിങ്ഡം ഫംജൈ അതുപോലെ തന്നെ കിങ്ഡം ആൽഗെ, ഈ ഒരു 2 കിങ്ഡത്തിലുള്ള ജീവികൾ സ്പെഷ്യൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്, പ്രത്യുൽപാദനം നടത്തുന്നത്. എന്തൊക്കെയാണവ? ദ മോസ്റ്റ് കോമൺ ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ സൂസ്പോസ് ദാറ്റ് യൂഷ്വലി ആർ മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്ട്രക്ചേഴ്സ്. ഇതിൽ ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്ന ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് സൂസ്പോർസ്. ഈ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് സൂസ്പോർസ് എന്ന് ചോദിച്ചാൽ, സൂസ്പോർസ് ആർ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ കിങ്ഡം ഫംജൈ ആസ് വെൽ ആസ് കിങ്ഡം ആൽഗെ. ഇതാണ് നിങ്ങൾ എഴുതേണ്ട ഉത്തരം. അതുപോലെ തന്നെ അതർ കോമൺ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ കൊനീഡിയ ബൈ പെനിസിലിയം, ബഡ്സ് ഓഫ് ഹൈഡ്ര ആൻഡ് ഗെമ്യൂൾസ്, സ്പോഞ്ച്. ഇവിടെ 3 അതർ കോമൺ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പെനിസിലിയം, ഹൈഡ്ര അതുപോലെ തന്നെ സ്പോഞ്ച്. ഈ 3 ഓർഗാനിസത്തിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഏതാണ് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസിൻ്റെത് കൊനീഡിയയാണ്. അതുപോലെ തന്നെ ഹൈഡ്ര എന്ന് പറയുന്നതിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബഡ്സ് ആണ്. അതുപോലെ തന്നെ സ്പോഞ്ച് എന്നതിൻ്റെത് ഗെമ്യൂൾസ് ആണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ വളരെയധികം നമ്മൾ ഓർത്ത് വെക്കാനുണ്ട്. ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഏതാണ്, അതുപോലെ തന്നെ എന്താണ് സൂസ്പോസ്, ഇത് 3ഉം നിങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. യു ഹാവ് ലേൺഡ് about vegetative reproduction in plants in class 11. What do you think? Is vegetative reproduction also a type of asexual reproduction? Why do say so? Is the term clone applicable for the offspring formed by vegetative reproduction? നമ്മൾ ക്ലാസ് 11ൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ നമുക്കൊരു അസെക്ഷൽ റീപ്രൊഡക്ഷനായി കണക്കാക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? നമ്മളിത് കുറച്ച് നേരത്തെ ക്ലോൺ എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഈ ക്ലോൺ എന്ന് പറയുന്നതും ഈ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമുക്ക് പെടുത്താൻ പറ്റുമോ? അതാണ് ഈ ഒരു പാരഗ്രാഫിൽ ചോദിക്കുന്നത്. വൈൽ ഇൻ ആനിമൽസ് ആൻഡ് അതർ സിമ്പിൾ ഓർഗാനിസംസ് ദ ടേം അസെക്ഷൽ ഈസ് യൂസ്ഡ് unambiguously. In plants, the term vegetative reproduction is frequently used. പ്ലാന്റ്സിൽ നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷനെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻ പ്ലാന്റ്സ് ദ യൂണിറ്റ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സച്ച് ആസ് റണ്ണർ, റൈസോം, സക്കർ, ട്യൂബർ, ഓഫ്സെറ്റ്, ബൾബ് ആർ ഓൾ കേപ്പബിൾ ഓഫ് ഗിവിംഗ് റൈസ് ടു ന്യൂ ഓഫ് സ്പ്രിങ്സ്. ഈ പ്ലാന്റ്സിലുള്ള സ്ട്രക്ചേഴ്സാണ് ഈ റണ്ണർ, റൈസോം, സക്കർ, ട്യൂബർ, ഓഫ്സെറ്റ് ആൻഡ് ബൾബ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മുകളിലുള്ള ചിത്രം നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ട് 100% പരീക്ഷയ്ക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ റണ്ണർ എന്ന് പറയുന്നത് ഏത് പ്ലാന്റിൻ്റെയാണ്, റൈസോം അതുപോലെ തന്നെ സക്കർ, ഇതൊക്കെ ഏത് പ്ലാന്റിൻ്റെ, ഇതൊക്കെ ഈ റണ്ണർ, സക്കർ ഇതൊക്കെ ഏത് പ്ലാന്റിൻ്റെ ഇതിനകത്ത് വരുന്നതാണ് എന്നുള്ളത് തീർച്ചയായും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അത് ഉറപ്പായി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. These structures are called vegetative propagules. നമ്മൾ ഈ പറഞ്ഞ റണ്ണർ, റൈസോം, സക്കർ, ട്യൂബർ, അതായത് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഇമേജിൽ സ്ട്രക്ചേഴ്സിനൊക്കെ പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക്. Obviously, since the formation of these structures does not involve 2 parents, is asexual. In some organisms, if the body breaks into distinct pieces, fragments, each fragment grows into an adult capable of producing offspring, such as example Hydra. This is also a mode of asexual reproduction called fragmentation. ഈ ഒരു പാരഗ്രാഫിൽ ഫ്രാഗ്മെന്റേഷൻ എന്താണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. In some organisms,
if the body breaks into distinct pieces. ചില ഓർഗാനിസത്തിൽ അതിൻ്റെ സ്വന്തം ശരീരം തന്നെ കഷ്ണം കഷ്ണമായി മുറിഞ്ഞു പോകും. ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഗ്രോസ് ഇൻ ടു എൻ അഡൽട്ട് capable of producing offspring. ആ ഓരോ കഷ്ണവും പിന്നീട് വന്ന് വേറൊരു ഓർഗാനിസമായി മാറും. ഇനി ആ ഒരു ഓർഗാനിസത്തിനും പിന്നീട് ഇതുപോലെ കഷ്ണം കഷ്ണമായി മുറിഞ്ഞ് അടുത്തൊരു ഓർഗാനിസം കഴിയും. ഇതിനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അതിനുള്ള ഉത്തരം. ഇൻ സം ഓർഗാനിസംസ് ഇഫ് ദ ബോഡി ബ്രേക്സ് ഇൻ ടു ഡിസ്റ്റിങ് പീസസ് ഓർ ഫ്രാഗ്മെൻറ്റ്സ് ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഗ്രോസ് ഇൻ ടു എൻ അഡൽട്ട് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓഫ് സ്പ്രിങ്. എക്സാമ്പിൾ ഹൈഡ്ര. ദിസ് ഈസ് ഓൾസോ എ മോഡ് ഓഫ് asexual reproduction called fragmentation. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ സ്കോർജ് ഓഫ് ദ വാട്ടർ ബോഡീസ് ഓർ അബൌട്ട് ദ ടെറർ ഓഫ് ബംഗാൾ. ദിസ് ഈസ് നത്തിങ് ബട്ട് ദ അക്വാറ്റിക് പ്ലാന്റ് വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത് അഥവാ ടെറർ ഓഫ് ബംഗാൾ എന്ന നമ്മുടെ നാട്ടിലെ കുളത്തിലും അതുപോലെ തന്നെ കായലിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻവേസീവ് വീഡ് ഫൗണ്ട് ഇൻ ഗ്രോയിങ് വെർ എവർ ദർ ഈസ് എ സ്റ്റാൻഡിങ് വാട്ടർ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വളരുന്ന ഈ ഒരു ചെടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതൊരു കളയായിട്ടാണ് വളരുന്നത്. നമുക്ക് ആവശ്യമില്ലാതെ അനാവശ്യമായി ഇങ്ങനെ ഒരുപാട് വളരുന്ന ഒരു ചെടിയാണിത്. ഇറ്റ് ഡ്രെയിൻസ് ഓക്സിജൻ ഫ്രം വാട്ടർ വിച്ച് ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് ഫിഷസ്. ഇത് നമ്മുടെ കുളത്തിലുള്ള ആ ഒരു വെള്ളത്തിലെ ഓക്സിജൻ മുഴുവൻ വലിച്ചെടുക്കുകയും അതുമൂലം ഇതിലുള്ള മീനുകളെല്ലാം നശിച്ച് ചത്തുപോവുകയും ചെയ്യുന്നു. You will learn more about this in chapter 13 and 14. You may find it interesting to know that this plant was produced in India because of its beautiful flowers and shape of leaf. ഈ ഒരു പ്ലാന്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്, ഇതൊരു വിദേശ പ്ലാന്റാണ്, ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നത് ഇതിൻ്റെ മനോഹരമായ പൂവും അതുപോലെ തന്നെ ഇലയും കൊണ്ടാണ്. പക്ഷേ അത് അവസാനം നമുക്ക് തന്നെ പാരയായി തീർന്നു. സിൻസ് ഇറ്റ് ക്യാൻ പ്രൊപ്പഗേറ്റ് വെജിറ്റേറ്റീവ്ലി അറ്റ് ഫിനോമിനൽ റേറ്റ് ആൻഡ് സ്പ്രെഡ് ഓൾ ഓവർ ദ വാട്ടർ ബോഡി ഇൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. ഇത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി അത് വിഘടിച്ച് അത് പെട്ടെന്ന് തന്നെ അത് വളർന്ന് സ്പ്രെഡ് ആവുന്നതുകൊണ്ട് ഇതിനെ റിമൂവ് ചെയ്യാൻ തന്നെ വളരെ പാടാണ്, വളരെ ഡിഫിക്കൽട്ടാണ്. ഇനി ആർ യു അവെയർ ഹൗ പ്ലാന്റ്സ് ലൈക്ക് പൊട്ടറ്റോ sugarcane, banana, ginger and dahlia are cultivated? അതായത് ഉരുളക്കിഴങ്ങ്, കരിമ്പ്, വാഴ, അതുപോലെ തന്നെ ഇഞ്ചി, ഇതുപോലുള്ള ചെടികളെല്ലാം എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഹാവ് യു സീൻ സ്മോൾ പ്ലാന്റ്സ് എമർജിങ് ഫ്രം ദ ബഡ്സ് ഓഫ് പൊട്ടറ്റോ ട്യൂബർ? നമ്മളൊരു ഉരുളക്കിഴങ്ങെടുത്താൽ അതിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ ചെറിയ ചെറിയ മുളകൾ പൊട്ടി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫ്രം ദ റൈസോം ഓഫ് ബനാന ആൻഡ് ജിഞ്ചർ. അതുപോലെ തന്നെയാണ് നമ്മുടെ വാഴയിൽ നിന്നും അതുപോലെ തന്നെ ഇഞ്ചിയിൽ നിന്നും. വെൻ യു കെയർഫുള്ളി ട്രൈ ടു ഡിറ്റർമിൻ ദ സൈറ്റ് ഓഫ് ഒറിജിൻ ഓഫ് ദ ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഇൻ ദ പ്ലാന്റ് ലിസ്റ്റഡ് അബോവ്, യു വിൽ നോട്ടീസ് ദാറ്റ് they invariably arise from the nodes. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ നോഡ്സ് എന്നാണ് പറയുന്നത്. പ്രസൻറ്റ് ഇൻ ദ മോഡിഫൈഡ് സ്റ്റെം ഓഫ് ദീസ് പ്ലാന്റ്സ്. അപ്പോൾ ഈ നോഡ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മോഡിഫൈഡ് സ്റ്റെം ഓഫ് ദീസ് പ്ലാന്റ്. മോഡിഫൈഡ് സ്റ്റെമ്മിലാണ് ഈ ഒരു നോഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെൻ ദ നോഡ്സ് കം ടു കോണ്ടാക്ട് വിത്ത് ദ ഡാം സോയിൽ ഓർ വാട്ടർ, ദേ പ്രൊഡ്യൂസ് റൂട്ട്സ് ആൻഡ് ന്യൂ പ്ലാന്റ്സ്. ഈ ഒരു നോഡ്സ് എന്ന് പറയുന്നത് മണ്ണുമായി അല്ലെങ്കിൽ വെള്ളവുമായി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ആവശ്യമായ സാഹചര്യം ലഭിക്കുകയും അത് ആ ഒരു സ്ഥലത്ത് നിന്ന് പുതിയൊരു പ്ലാന്റ് മുളച്ചു വരികയും ചെയ്യുന്നു. സിമിലർലി അഡ്വാൻറ്റീഷ്യസ് ബഡ്സ് അറൈസ് ഫ്രം ദ നോച്ചസ് പ്രസന്റ് ഇൻ മാർജിൻ ഓഫ് ലീഫ് ഓഫ് ബ്രയോഫിലം. അതുപോലെ തന്നെയാണ് ബ്രയോഫിലം എന്ന് പറയുന്ന ഒരു ചെടി. ആ ഒരു ചെടിയുടെ ഇലയും ഇതുപോലെ തന്നെ നമ്മൾ മണ്ണിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇട്ടാൽ ആ ഒരു ചെടിയുടെ നോഡ്സ്, ഇലയിൽ കാണപ്പെടുന്ന നോഡ്സിൽ നിന്ന് ആ പുതിയൊരു ചെടി എമർജ് ചെയ്ത് വരും. This ability is fully exploited by gardeners and farmers for commercial propagation of such plantlets. അതുകൊണ്ട് തന്നെ ഇത്തരം ചെടികൾ ഗാർഡനിലൊക്കെ വളർത്താൻ വേണ്ടി ധാരാളമായി ഈ ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചു വരുന്നത്. അടുത്ത പാരഗ്രാഫിൽ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇസ് കോമൺ മെത്തേഡ് ഫോർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ദാറ്റ് ഹാവ് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ. ചെറിയ ചെറിയ ജീവികൾക്ക്, അതായത് സിമ്പിൾ ഓർഗനൈസേഷനിലെ ചെറിയ ചെറിയ ജീവികൾക്ക്, അതായത് ചെറിയ ചെറിയ ചെടികൾ, ബാക്ടീരിയ, ഫംജി അതുപോലുള്ള ജീവികൾക്ക് ഏറ്റവും കൂടുതൽ റീപ്രൊഡക്ഷനായി ഉപയോഗിക്കുന്ന മെത്തേഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ലൈക്ക് ആൽഗെ ആൻഡ് ഫംഗൈ. And they shift to sexual reproduction method just before onset of adverse condition. അനുകൂലമല്ലാത്ത പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇത് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നിന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഫൈൻഡ് ഔട്ട് ഹൗ സെക്ഷൽ റീപ്രൊഡക്ഷൻ enables these organisms to survive during unfavorable condition. Why is sexual reproduction favored under such conditions? Asexual അല്ലെങ്കിൽ vegetative as well as sexual modes of reproduction are exhibited by the higher plants. On other hand, only sexual mode of reproduction is present in most animals.
അതുപോലെ തന്നെ ഈ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് എല്ലാ ആനിമൽസിലും മോസ്റ്റ് ഓഫ് ദ ആനിമൽസിലും അവരുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്.